9ാം ക്ലാസ്സിലെ പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പ്രഷർ. പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് പ്രഷർ. നമുക്ക് എങ്ങനെ ഫോർമുലയായിട്ട് എഴുതാം? പ്രഷർ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് എഫ് ഡിവൈഡഡ് ബൈ ഏരിയ ഇ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്ത്? പ്രഷർ. സോ നമുക്ക് നോക്കാം, ഡിനോമിനേറ്ററിലാണ് ഏരിയ എന്ന് പറയുന്ന ഫാക്ടർ കിടക്കുന്നത്, ഏരിയ. അപ്പോൾ ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രഷറിന് ഏരിയ ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് തന്നെ പ്രഷർ കുറയും. ഇനി ഏരിയ കുറയുവാണെങ്കിലോ? ഏരിയ കുറയുവാണെങ്കിൽ ഡിനോമിനേറ്ററിലായതുകൊണ്ട് പ്രഷർ എന്ത് സംഭവിക്കും? കൂടും. ഇതാണ് ഏരിയയും പ്രഷറുമായിട്ടുള്ള ഡിപ്പെൻഡൻസ്. അതായത് ഫോർ സെയിം ഫോഴ്സ്, ഫോഴ്സ് മാറുന്നില്ല, സെയിം ഫോഴ്സാണ്. ഏരിയ കൂടുവാണ്, ഒരേ ഫോഴ്സിൽ കുറഞ്ഞ ഏരിയയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ കൂടുതലായിരിക്കും. അതേ ഫോഴ്സ് ഇച്ചിരി കൂടിയ ഏരിയയിലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. സോ ഇതാണ് പ്രഷറും ഏരിയയും ഫോഴ്സും തമ്മിലുള്ള ഡിപ്പെൻഡൻസ്. അതായത് ഇറ്റ് ടെൽസ് us ഹൗ സ്ട്രോങ്ലി എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ സർഫസ്. ഒരു സർഫസിൽ എത്ര സ്ട്രോങ് ആയിട്ടാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്നാണ് പ്രഷർ പറയുന്നത്. നൗ ലെറ്റ്സ് സീ എനി ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ്. സോ ഫസ്റ്റ് വൺ, ഷാർപ്പ് നൈഫ് കട്ട്സ് ബെറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോൾ ഏരിയ. നമ്മുടെ റിലേഷൻഷിപ്പ് പറഞ്ഞു, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഷാർപ്പ് നൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൈഫിൻ്റെ ഏരിയ എത്രത്തോളമാണ്? ഏരിയ വളരെ കുറവാണ്. അപ്പോൾ ഏരിയ കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. അതുകൊണ്ടാണ് വളരെ നൈസായിട്ടുള്ള നൈഫ്, അതായത് നൈഫിൻ്റെ സർഫസിൻ്റെ ഏരിയ വളരെ കുറവാണെങ്കിൽ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് വൈ ഷാർപ്പ് നൈഫ് കട്ട്സ് ബെറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോൾ ഏരിയ അല്ലെങ്കിൽ ഹൈ പ്രഷർ. അടുത്തൊരു എക്സാമ്പിളാണ് ട്രാക്ടേഴ്സ് ആൻഡ് JCBs. അതിൻ്റെ ടയർ നമ്മൾ കണ്ടിട്ടുണ്ട്, ബിഗ് അല്ലെങ്കിൽ വൈഡ് ടയറാണ്. ആ ടയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദിസ് ഈസ് ദ ഏരിയ. ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ടയറിനെ അപേക്ഷിച്ച് വലുതാണ്. വാട്ട് ഈസ് ദ റീസൺ? ഈ ട്രാക്ടർ അല്ലെങ്കിൽ JCB മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നത് ചതുപ്പ് നിലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ മണൽ ഏരിയയിലാണ്. അപ്പം അങ്ങനത്തെ ഏരിയയിൽ ചെറിയ ഏരിയ ഉള്ള ടയറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ ആ മണ്ണിലേക്ക് ആ ടയർ ആഴ്ന്നിറങ്ങി അങ്ങ് പോകും. അതേസമയം വലിയ ഏരിയ ഉള്ള ടയറാണെങ്കിലോ, ഇറ്റ് ഹാസ് ഗോട്ട് ബിഗ് ഏരിയ. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് ഏരിയ. നമ്മുടെ പ്രഷറിൻ്റെ ഇക്വേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു F/A ആണ്. ഈ ഏരിയ എന്ന് പറയുന്ന ഫാക്ടർ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ കിടക്കുന്ന ഏരിയ കൂടിക്കഴിഞ്ഞാൽ, ഏരിയ കൂടുക മീൻസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. അപ്പം പ്രഷർ കുറയുക എന്ന് പറഞ്ഞാൽ ആ ട്രാക്ടർ അല്ലെങ്കിൽ JCB മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി പോകാനുള്ള സാധ്യത കുറവാണ്, പ്രഷർ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വലിയ വെഹിക്കിൾസ്, ട്രാക്ടേഴ്സ്, JCBs ഒക്കെ ബിഗ് അല്ലെങ്കിൽ വൈഡ് ടയേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ക്ലിയർ. ഈ രണ്ട് ഫിഗർ നോക്കിയാൽ രണ്ട് ടൈപ്പ് വെഹിക്കിൾസ് ആണ്, സെയിം പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഏതായിരിക്കും ചതുപ്പ് അല്ലെങ്കിൽ മണ്ണ് കലർന്ന വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ? ഈ ഒരു ഡിവൈസിനെ സംബന്ധിച്ച് ഇതിന് ഏരിയ 4 ടയേഴ്സ് ഉണ്ട്. ആ ടയേഴ്സിൻ്റെ ഏരിയ കുറവാണ്. ഏരിയ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴാണ്, സാധാരണ കേസല്ല, ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് ഈ ഒരു ഡിവൈസിനെ ഒന്ന് നോക്കിയേ, ഇതിൻ്റെ ഏരിയ കൂടുതലാണ്. ഏരിയ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറവാണ്. അപ്പോൾ ചതുപ്പ് നിലങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു ഡിവൈസാണ്. ബിക്കോസ് ദ റീസൺ ഈസ് ഏരിയ ഈസ് മെയ്ഡ് മച്ച് ഹയർ. എന്തിനാണ് ഹയർ ആക്കിയിരിക്കുന്നത്? പ്രഷർ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഡിവൈസ് അല്ലെങ്കിൽ ആ വെഹിക്കിൾ ആസ് എ ഹോൾ താഴ്ന്നു പോകാനുള്ള എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ചതുപ്പ് നിലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ പ്രഷർ എന്നതായിരുന്നു നമ്മുടെ ടോപ്പിക്ക്. പ്രഷർ ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ. പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ചെറിയ ആണി അല്ലെങ്കിൽ മുട്ടുസൂചി അങ്ങനത്തെ ഡിവൈസുകൾ വളരെ പോയിൻറ്റഡ് ആയിട്ടാണ്, അതിൻ്റെ എൻഡിൻ്റെ ഏരിയ വളരെ കുറച്ചാണ്. അതെന്തിനാണ്? പ്രഷർ കൂടി അത് പെട്ടെന്ന് ഏത് സർഫസിലേക്കാണോ നമുക്ക് പിയേഴ്സ് അല്ലെങ്കിൽ പേസ് ചെയ്യിപ്പിക്കേണ്ടത്, ആ സർഫസിലേക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഏരിയ കുറച്ചിരിക്കുന്നത്. സോ പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. And how we can write the formula? Pressure P is equal to F/A. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് പാസ്കൽ ആണ്. പാസ്കൽ എന്നുള്ളതാണ് ഇതിൻ്റെ യൂണിറ്റ്. സോ പാസ്കൽ PASCAL, Pascal, and it is denoted as capital P. Pascal ആണ് ഇതിൻ്റെ യൂണിറ്റ്. Then applications. So thank you.